റാം, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നമ്മുടെ വഴിക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ തന്നെ സിമ്മിട്ട് പ്ലാൻ ചെയ്ത പോലെ മെസ്സേജ് സെൻഡ് ചെയ്തു. ഓക്കെ. ഫ്ലാഷ് ബാക്ക്. ഹലോ, ഇതാരാ? ഞാൻ റാം ജയ്. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒന്ന് കാണണം. ആരാന്ന് പോലും അറിയാത്ത തന്നെ ഞാനിതിനെ കാണാൻ വരുന്നേ. ഹോ ജെന്നി, നിനക്ക് അഹാനെ വേണം, എനിക്ക് അനർഘയും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവർ നമുക്ക് സ്വന്തം. ടേക്ക് യുവർ ടൈം. കൃത്യം 12:13. സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം. തനിക്ക് അനർഘയെ കിട്ടിയിട്ട് എന്തിനാ? നീ അഹാനെ സ്നേഹിക്കുന്നതിനേക്കാൾ മേ ബി ഒരു പടി മുകളിൽ ഞാൻ അനർഘയെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തതാണ്, പക്ഷേ അവിടെ വിലങ്ങ് വന്നത് ഈ മാരേജാണ്. എന്നോട് അഹാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ കല്യാണം വെറും ഒരു ഡീൽ മാത്രമാണ്. ഏതോ കോടികളുടെ ഒരു പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കല്യാണം അത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസിയാണെന്ന് അർത്ഥം. End of flashback. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അഹാനും വല്യച്ഛനും കൂടി മാരേജ് മുടക്കിക്കൊള്ളും. ഇതാണോ നീ കണ്ടുപിടിച്ച മരുമകളുടെ സ്വഭാവ ഗുണം? നിങ്ങൾ എന്താ പറയുന്നേ? നോക്ക്. ഞാനിത് വിശ്വസിക്കില്ല. ഇതൊക്കെ കള്ളാണ്. അനു ഇങ്ങനെയുള്ളൊരു കുട്ടിയല്ല. അച്ഛാ, ഇതിപ്പോ അഹാനെ അറിയിക്കണ്ട. ഞാൻ നോക്കട്ടെ, സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് അവനോട് പറയാം. അമ്മ, ഇതേ നോക്ക്, നിങ്ങൾ കണ്ടുപിടിച്ച മരുമകള് എങ്ങനെയുള്ളവളാണെന്ന്. ഞാൻ കണ്ടതാ. എന്നിട്ടും നിങ്ങൾ ഈ കല്യാണം നടത്താൻ പോവാ? നിനക്ക് ഓൾറെഡി ഈ മാരേജിന് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇത് നോക്കണ്ട. നീ നിന്റെ പ്രൊജക്റ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ അഹാൻ? ഇത് നോക്ക്. ഓ മൈ ഗോഡ്, ആന്റി, ഇതല്ലേ അഹാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അനർഘ? അനു നല്ല കുട്ടിയാ, നിന്നെ പോലെയല്ല. അപ്പൊ ഇതൊക്കെ എന്താ? അമ്മ, ഇതെല്ലാം മോർഫ് ചെയ്തതാണ്. അതെങ്ങനെയാ നീ അറിഞ്ഞേ? അരുണിൻ്റെ ഫ്രണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ വഴി അറിഞ്ഞ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. ഈ മെസ്സേജ് നിങ്ങൾ രണ്ടാളുടെ ഫോണിലേക്ക് അയച്ചത് ഈ വീട്ടിലെ ഒരാൾ തന്നെ. അതെങ്ങനെയാണ് നിനക്കറിയുന്നത്? ഈ നമ്പറിൻ്റെ സിഗ്നൽ ട്രാക്ക് ചെയ്തിരുന്നു, അങ്ങനെ മനസ്സിലായി. ആ പൂജാരി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. നീ എന്തിനാ എന്നെ വിട്ടു പോയത്? എന്നെ ഒറ്റയ്ക്കാക്കി പോവില്ലെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ. എസ്തർ മിയ ജോസഫ് എന്ന പേരിനൊപ്പം അഹാനെന്ന് ചേർക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നിനക്ക് കരുതി വെച്ചത് അനർഘയാണ്. The next day. ഓഗസ്റ്റ് 25 അഗ്നിഹോത്രി കുടുംബത്തിലെ അരുണ അഗ്നിഹോത്രിയും മേഘ അരുണമണിയും മകൻ അഹാന്റെയും മാണിക്യ തറവാട്ടിലെ കിരണിന്റെയും ആശാ കിരണിന്റെയും മകൾ അനർഘയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഊനാകി ഉയരാകി നില്ല
മറ്റന്നാ ഡ്രസ്സ് എടുക്കാനും ആഭരണങ്ങൾ എടുക്കാനെല്ലാം നമുക്ക് പോവാം. അങ്ങനെയാവട്ടെ. ആ തേജസ് അവനെ എല്ലാം നശിപ്പിച്ചേ. അവനെ മറികടന്നാൽ മാത്രമേ ഈ കല്യാണം നമുക്ക് മുടക്കാൻ പറ്റൂ. പക്ഷേ തേജസ്സിൻ്റെ മേലിൽ ഒരു തരി മണ്ണ് വീഴാൻ നിന്റെ അഹാൻ സമ്മതിക്കില്ല. കുഴപ്പമില്ല, എന്തായാലും അഹാൻ എനർഗീൻ ഇഷ്ടമല്ലല്ലോ, അത് മതി. What do you mean? The next day. ഇന്ന് തന്നെ പോണോ? നാളെ തൊട്ട് പോയാൽ പോരെ? ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. എന്താ ഇവിടെ നിൽക്കുന്നത്? തേജസ് ചേട്ടാ, കോളേജിൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് വീട്ടിൽ പോവാം. എന്നാ കയറിക്കോ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ബസ് ഇപ്പോൾ വരും. തന്നോട് കയറാനല്ലേ പറഞ്ഞു. ശരി. നിങ്ങൾ വഴക്കിട്ടോ? ആര്? ഹാനേട്ടനും തേജസ്സേട്ടനും അന്നത്തെ പ്രശ്നത്തിൻ്റെ പേരിൽ. അതെ. അതിന് നിങ്ങൾ എന്തിനാ വഴക്കിടുന്നേ? പിന്നെ ഞാൻ എന്ത് വേണം? എല്ലാം ഒരു കരയ്ക്ക് അടുപ്പിക്കുമ്പോൾ നീ എന്ത് ഈ നേരത്ത്? കോളേജിൽ സ്ട്രൈക്കാണ്. സ്ട്രൈക്കോ അതോ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതോ? അതൊക്കെ പണ്ടല്ല അമ്മേ, ഇപ്പോഴാണെങ്കിൽ ഞാൻ വീട്ടിൽ പോലും വരില്ലായിരുന്നു ക്ലാസ് കട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ കുറച്ച് വായനാവ് കൂടുന്നുണ്ട് നിനക്ക്. ഓക്കെ. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അമ്മമാരെ അനുകരിക്കാറ്. ഞാനൊന്നും പറഞ്ഞില്ലേ. ഹലോ. ആ ഏട്ടത്തി, പിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളെല്ലാവരും കൂടി നാട്ടിലേക്ക് വരിക. ആ ശ്വേത, നിങ്ങൾക്കവിടെ സുഖല്ലേ? എപ്പോഴാണ് വരുന്നേ? നാളെ ഈവനിങ്. ആണോ? A few moments later. അവൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഇവിടെ പണിയെടുത്ത് ചാവുന്നത് ഞാൻ, അവളുടെ പണിയും കൂടി ഞാൻ എടുക്കണം. എനിക്ക് വയ്യാണ്ടായി. ഓ, 100 ആയുസതിന്. ദേ വിളിക്കണം. എന്തിനാ വിളിച്ചേ? എനിക്ക് ജീവനുണ്ടോയെന്ന് അറിയാനാണോ? അതെന്താടി അങ്ങനെ ഒരു പറച്ചില്? എന്താണോ നിന്റെ പണിയും കൂടി ഇപ്പം എൻ്റെ തലയിലിരിക്കുന്നത്. ഞാനിന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കല്യാണം ക്ഷണിക്കാനായിരിക്കും. എങ്ങനെ മനസ്സിലായി? ഓ, അതൊക്കെ മനസ്സിലായി. പിന്നെ വെറുതെ കൈയും വീശി വരാൻ നോക്കണ്ട. ഇന്നത്തെ പണിക്ക് കൂലിയായിട്ട് ഒരു ബബിളി, ഒരു KFC, പിന്നെ ഒരു കോളയും കൂടി കൊണ്ടുവന്ന് കയറ്റാം. ഓക്കെ. എത്രയും പെട്ടെന്ന് എനിക്ക് തന്നെ കാണണം. എന്തിനാ? അതൊക്കെ പിന്നെ പറയാം. ഈവനിങ് അമ്പലക്കുളത്തിൽ വെച്ച് കാണാം. ഓക്കെ. എന്നാ നീ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ നൈനയുടെ വീട് വരെ പോയിട്ട് വരാം. ഓക്കെ ചേച്ചി. താങ്ക്സ്. പിടിച്ചില്ലേ കാണായിരുന്നു. എന്താ ഇത്ര സീരിയസ് മാറ്റർ? പൂജാരി എന്നെ വിളിച്ചിരുന്നു. ആദ്യം പൂജാരി പറഞ്ഞിരുന്നത് 1 വർഷത്തിനുള്ളിൽ ഇവർ ഒന്നിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒന്നിക്കില്ല എന്നല്ലേ. പക്ഷേ അന്ന് പൂജാരി നമ്മളോട് ഒരു കാര്യം മറച്ചു വെച്ചു. അതിന്ന് എന്നോട് പറഞ്ഞു. എന്താ അത്? ഇവർ രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണെങ്കിൽ രണ്ടിലൊരാൾ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. വാട്ട്? ഹായ് അമീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ കമൻസും ഞങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാനുള്ള കുറച്ചുകൂടി ഒരു ഉന്മേഷം കൂടുതൽ കിട്ടുന്നത്. പിന്നെ തേജസിൻ്റെ സൗണ്ട്, അത് എഡിറ്റിങ്ങിന് വന്നൊരു ചെറിയ മിസ്റ്റേക്കാണ്. പിന്നെ പുറത്തുനിന്നുള്ള കുറേ സൗണ്ട്സൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതെ, അങ്ങ് മാറി നിന്ന് എനിക്ക് എൻ്റെ അശ്വതി കൊച്ചിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അശ്വതിക്ക് ഇങ്ങനെ എന്നോട് കുറച്ച് സ്നേഹമുണ്ടല്ലോ. ഞാൻ എത്ര വിശന്നിട്ടാണെന്നറിയാം അയാളോട് പറഞ്ഞത് എനിക്ക് വിശക്കണമെന്ന്. എന്നിട്ട് എൻ്റെ കൺമുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങി. എനിക്കൊരു ഇത്തിരി പോലും തന്നില്ല. അതെ, ഇത് നിങ്ങൾക്ക് പരാതി പറയാനുള്ള സ്ഥലമല്ല, അങ്ങോട്ട് മാറിയില്ലേ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്.
1.1K വ്യൂവേഴ്സ് ഉണ്ടായിട്ടും ആകെ 10% മാത്രമാണ് ലൈക്സ് കിട്ടുന്നത്. ഇതിൽ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ലൈക്ക് ചെയ്തിട്ടായാലും ഡിസ്ലൈക്ക് ചെയ്താലും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ആമീസ്, നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.